പ്രിയമുള്ളവരെ നമസ്കാരം. ദിനംതോറും എല്ലാ വാർത്താമാധ്യമങ്ങളും സോഷ്യൽ മീഡിയ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ എല്ലാ ജനങ്ങളും ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. സോഷ്യൽ മീഡിയ ആക്റ്റീവ് അല്ലാത്ത 1998 പോലുള്ള സമയങ്ങളിൽ യുവാവുമായി കൊണ്ടിരുന്ന പാൻ മസാല നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെൻറ്റിന് മുന്നിൽ നിർദ്ദേശം സമർപ്പിച്ചപ്പോൾ 2004 പഞ്ചായത്ത് ഡയറക്ടർ മറുപടി നൽകിയത് എല്ലാ പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും പാൻ മസാല നിരോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അത് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നതിനായി പെർഫോമൻസ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നിയമിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. മറ്റൊന്ന്, നമുക്ക് 2004 പോലുള്ള സമയങ്ങളിൽ നമ്മുടെ പ്രദേശങ്ങളിൽ നടന്ന പല പ്രശ്നങ്ങളുടെയും പ്രതികൾ സമീപ പ്രദേശത്തുള്ളവരോ അല്ലെങ്കിൽ ദൂരെയുള്ള ആൾക്കാരെയോ കാണുകയുണ്ടായി. ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലും എല്ലാ പഞ്ചായത്തുകളിലും സമാധാന കമ്മിറ്റി രൂപീകരിക്കണമെന്നുള്ള ഒരു നിർദ്ദേശം ഗവൺമെൻറ്റിന് മുന്നിൽ സമർപ്പിക്കുകയുണ്ടായി. അന്ന് എനിക്ക് മറുപടി ലഭിച്ചിട്ടുണ്ടായിരുന്നത് പഞ്ചായത്ത് തലത്തിലുള്ള ജാഗ്രതാ സമിതികൾ ഇത്തരത്തിലുള്ള സമാധാന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്നും അതുപോലെ തന്നെ പാൻ മസാല പോലുള്ള ലഹരി പോലുള്ള പദാർത്ഥങ്ങളുടെ ഉപയോഗം നിർത്തുന്നതിനും അത് തടയിടുന്നതിനും ഉള്ള പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്ത് ജാഗ്രതാ സമിതികൾക്ക് അധികാരം നൽകിയിട്ടുണ്ടെന്നും അവർ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സമാധാനവും ഇത്തരത്തിലുള്ള ഉപയോഗവും പുറത്തുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്നുള്ള മറുപടിയായിരുന്നു. നമുക്ക് ഇന്നേവരേക്ക് പഞ്ചായത്ത് തല ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. മറ്റൊന്ന്, കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ചായിരുന്നു. എല്ലാ സ്കൂളുകളിലും കുട്ടികളുടെ ഹെൽത്ത് ചാർട്ട് ഉണ്ടാക്കുകയും എല്ലാ മാസവും അത് പുനഃപരിശോധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സ ആവശ്യമുള്ളവർക്ക് തുടർ ചികിത്സ ആവശ്യമുള്ള കുട്ടികൾക്ക് നൽകാനുള്ള സംവിധാനം ഒരുക്കണമെന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു ഗവൺമെൻറ്റിന് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് മറുപടിയായി 2006 ആരോഗ്യവകുപ്പ് നൽകിയത് 1000 വിദ്യാർത്ഥികൾക്ക് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറെ നിയമിക്കുമെന്നും ഇത്തരത്തിലുള്ള പരിശോധന സംവിധാനം ഒരുക്കുമെന്നുള്ളതായിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് അതിൻ്റെ പ്രാധാന്യം 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതോടുകൂടെ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം വരികയാണെങ്കിൽ കുട്ടികൾ അതിൽ ഉപയോഗിക്കുന്നത് പിന്തിരിപ്പിക്കാൻ അത് സാധിക്കുകയും ചെയ്യും. മറ്റൊന്ന്, നിയമസാക്ഷരതാ ക്ലാസ്സുകളായിരുന്നു. അത് നമ്മുടെ നാട്ടിലെ കെൽസ 2006 ആ സമയങ്ങളിൽ 7 സമയങ്ങളിൽ കെൽസയുമായി സഹകരിച്ചുകൊണ്ട് നിയമസാക്ഷരതാ ക്ലാസ്സുകൾ സംഘടിപ്പിക്കേണ്ടായിരുന്നു, പ്രത്യേകിച്ച് യുവാക്കളിൽ. അത്തരത്തിൽ നിയമബോധവൽക്കരണം നടത്തുകയും കുട്ടികളെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്ന് മോചിതരാക്കുക എന്നുള്ള ഉദ്ദേശമായിരുന്നു അന്നായിരുന്നു. പക്ഷേ ഇന്ന് പല പഞ്ചായത്ത് ഭരണാധികാരികൾക്ക് പോലും കെൽസ എന്താണെന്ന് അറിയാത്ത അവസ്ഥയാണ്. മറ്റൊന്ന്, നമ്മുടെ കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ അഡ്മിനിസ്ട്രേഷൻ ഒരു ആപ്ലിക്കേഷൻ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് പ്രത്യേകിച്ച് റോഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അതിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള റോഡ് സുരക്ഷാ ലംഘനം കണ്ടു കഴിഞ്ഞാൽ ഫോട്ടോ സഹിതം ഒരു ഒറ്റ ക്ലിക്കിൽ അത് മോട്ടോർ വകുപ്പ് RTO, പോലീസ് ചീഫ്, കളക്ടർ എന്നിവർക്ക് പോകുന്ന രീതിയിലായിരുന്നു. ഈ ഒരു സംവിധാനത്തെ പരിപോഷിപ്പിക്കാനും അത് സംസ്ഥാന തലത്തിൽ അതിൽ വോയിസും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനം ഒട്ടാകെ ഉപയോഗപ്പെടുത്തണമെന്നുള്ള ഒരു നിർദ്ദേശം ഉന്നത പോലീസ് അധികാരികൾക്ക് മുന്നും അതുപോലെ തന്നെ നിലവിൽ ഉന്നത അധികാരത്തിലുള്ളവരും അന്ന് കൂടെയുണ്ടായിരുന്നു, അവരുടെ മുന്നിൽ സമർപ്പിച്ചിരുന്നു. ആ സമയത്ത് അതിൻ്റെ ഉപയോഗം അത്ര കണ്ട് പ്രസക്തിയില്ല എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് ഇപ്പോഴും പറയാനുള്ളത് ഈ പറഞ്ഞ പഞ്ചായത്ത് ജാഗ്രതാ സമിതികളെ പുനരുജ്ജീവിപ്പിക്കുകയും അതുപോലെ നമ്മുടെ നാട്ടിലുള്ള സമാധാന കമ്മിറ്റികളുടെ പുനരുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും മുന്നിട്ടിറങ്ങി നമ്മുടെ നാട്ടിലുള്ള ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങൾ വലുതായി മാറുന്നതിന് ഒഴിവാക്കിയെടുക്കാനും ഇതുപോലുള്ള കുട്ടികളടക്കമുള്ള ലഹരിയുടെ ഉപയോഗം നിർത്തുന്നതിനും നാം ഓരോരുത്തരും ഒന്നിച്ചായി കൂട്ടിയിറങ്ങേണ്ടതാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനം നടന്നില്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ നമ്മുടെ മനുഷ്യ കുലത്തെ നശിപ്പിക്കുന്ന ലഹരിയും അക്രമങ്ങളും അതുപോലുള്ള മറ്റുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഓരോ സമൂഹത്തെയും നശിപ്പിക്കുകയാണ്. ഇത്തരത്തിലുള്ള നാശത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നാം ഓരോരുത്തരും കൈകോർത്തുകൊണ്ട്, അതിൽ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും കൈകോർത്തുകൊണ്ട് മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ നടക്കുകയുള്ളൂ. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ വില്ലേജ് തലത്തിൽ തന്നെ തുടങ്ങുകയും അത്തരത്തിലുള്ള ഒരു ക്രോഡീകരണം വളരെ ഉപകാരപ്പെടുമെന്ന് ആശിക്കുന്നു.